കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് ഡീസലും പെട്രോളും. എന്നാൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി അനേകം മാഫിയ സംഘങ്ങൾ ലക്ഷങ്ങൾ പോക്കറ്റിലാക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി മാറുകയാണോ? അതോ വ്യാജന്മാർ സമർത്ഥരാണ്? മാഹിയിൽ നിന്ന് അനധികൃതമായി ഡീസൽ എത്തിച്ച് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നവർ നിരവധിയുണ്ട്. അങ്ങനെ വിൽപ്പന നടത്തിയ ഒരു വിരുദ്ധനെ കഴിഞ്ഞ മാസം മുക്കം പോലീസ് പിടികൂടി. മീറ്ററും റീഡറും ഹോസുമെല്ലാം സജ്ജീകരിച്ച ഒരു ടിപ്പർ ലോറി. പക്ഷേ ആ ടിപ്പർ ലോറി സഞ്ചരിക്കുന്ന പെട്രോൾ പമ്പാണെന്ന് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കും മനസ്സിലാവില്ല. പമ്പിന്റെ മുകളിലായി സിമന്റ് കട്ടകൾ അടുക്കി വെച്ചതിനാൽ സിമന്റ് കട്ടകളുമായി പോകുന്ന ഒരു വാഹനമെന്നേ കാണുന്നവർക്ക് തോന്നും. ഇവര് ഇൻഡസ്ട്രിയൽ ഓയിൽ എന്ന് പറഞ്ഞാൽ വില കുറവുള്ള ഓയിലായിരിക്കും. അപ്പോൾ റേറ്റ് കുറവുള്ള ആ ഓയിലിൽ ഈ ഡീസലിൻ്റെ കളറല്ല അതിനുള്ളത്. അതിൽ ചെറിയൊരു കെമിക്കൽ ചേർത്തിട്ട് ഡീസൽ കളറാക്കും. ഡീസൽ കളറാക്കിയിട്ട് ഇവർ ഹാർബറിൽ പോയി ബോട്ടുകൾക്കും മറ്റും ഇത് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പം ബോട്ടിൽ അവിടെ ഹാർബറിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുമ്പം ഇവർ ഉപയോഗിക്കുന്ന പരിപാടി ഇപ്പോൾ IOCയുടെ ഒക്കെ സ്പോട്ടിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്യാവുന്ന വെഹിക്കിളുകളുണ്ട്. ആ വെഹിക്കിളുകളുടെ മറവിലാണ് ഇത്തരം ബിസിനസ് ചെയ്യുന്നത്. കുന്നമംഗലത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു ഡീസൽ സംഭരണ കേന്ദ്രവും പോലീസ് പിടികൂടി. 18,000 ലിറ്റർ ഇന്ധനമാണ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കൊള്ള ലാഭത്തിൽ വിൽപ്പന നടത്തുക മാത്രമല്ല, അതിനപ്പുറം ഇന്ധനത്തിൽ മായം കലർത്തിയും തട്ടിപ്പ് സംഘം വിലസുകയാണ്. മാഹിയിൽ നിന്ന് വരുന്ന ഇന്ധനത്തിന് ഏതാണ്ട് 14 രൂപ മാർക്കറ്റിൽ കുറഞ്ഞിട്ടാണ് അവർ കിട്ടുന്നത്. ഇവിടെ അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടിംഗ് ചാർജ് അടക്കം വരികയാണെങ്കിൽ 2-3 രൂപയാണ് ചിലവ് വരുന്നത്. ഇനി 5 രൂപ കൂട്ടുക മാക്സിമം. അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ അയാൾ 5 രൂപ പുറത്ത് കുറച്ച് കൊടുത്താലും അയാൾക്ക് ലിറ്ററിൻ്റെ മുകളിൽ ഏതാണ്ട് 8 രൂപ ലാഭം കിട്ടും. ഇങ്ങനെ വില കുറഞ്ഞ് കിട്ടുന്ന വ്യാജ ഇന്ധനം വലിയ അപകടങ്ങൾ വരുത്തിവെക്കുമെന്നതാണ് പ്രധാന ആശങ്ക. ഇവരെ പിടികൂടുകയെന്നത് അത്ര എളുപ്പമല്ലെന്നാണ് പെട്രോളിയം ഭാരവാഹികൾ പറയുന്നത്. വലിയ മാഫിയകളായി പ്രവർത്തിക്കുന്ന ഇവരിലേക്ക് എത്തുകയെന്നത് പ്രയാസകരമാണ്. ഇവരെ ഞങ്ങൾക്ക് തടുക്കാനോ അല്ലെങ്കിൽ ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഇവർ വലിയ മാഫിയകളാണ്. അവരുടെ ഭാഗങ്ങളിലേക്ക് ആരെങ്കിലും എത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനൊരു ആളുകൾ, അതല്ലെങ്കിൽ ഗുണ്ടകൾ, അങ്ങനെ പല സംവിധാനങ്ങളും അവർക്കുണ്ട്. തങ്ങളുടെ പേരിൽ അനധികൃത ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് പെട്രോളിയം കമ്പനികളാണ്. സമഗ്രമായ അന്വേഷണത്തിലൂടെ വ്യാജന്മാരെ പിടികൂടേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വവുമാണ്. ജോം ടി കെയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.